വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ സെറ്റ് പ്രാക്ടിക്കൽ ക്ലാസ്സിൻ്റെ വോളിയം 4ലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോളി ബ്ലൗസ് ആണ്. ബേസിക് ബ്ലൗസിൻ്റെ ഒരു വേരിയേഷനാണ് ചോളി ബ്ലൗസ്. ലഹങ്ക, ലാച്ച എന്നീ ഡ്രസ്സുകളുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ ചോളി ബ്ലൗസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബേസിക് ബ്ലൗസ് പഠിച്ചതുകൊണ്ട് തന്നെ ചോളി ബ്ലൗസ് നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിളായിരിക്കും. ഇനി നമുക്ക് ചോളി ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ്സും ഡ്രാഫ്റ്റിംഗ് പ്രൊസീജിയറും ഒന്ന് എഴുതിയെടുക്കാം. മെഷർമെൻറ്റ്സ്: ബ്രസ്റ്റ് 30 ഇഞ്ചസ്, ലെങ്ത്ത് 12 ഇഞ്ചസ്, സ്ലീവ് ലെങ്ത്ത് 7 ഇഞ്ചസ്. അടുത്തതായി നമുക്ക് ഡ്രാഫ്റ്റിംഗ് പ്രൊസീജിയർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. മെയിനായിട്ട് 2 പാർട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ബോഡി പാർട്ടും ഡ്രാഫ്റ്റ് ചെയ്യണം, സ്ലീവും ഡ്രാഫ്റ്റ് ചെയ്യണം. ഞാൻ ബോഡി പാർട്ടിൻ്റെ ഡ്രാഫ്റ്റിംഗ് പ്രൊസീജിയർ ഒന്ന് വായിക്കാം. അത് നിങ്ങൾ എഴുതിയെടുക്കുകയും അതോടൊപ്പം ട്രയാങ്കിൾ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചെടുക്കുകയും ചെയ്യണം. 0 to 1 length plus 1 inch, 0 to 2 1/6 breast plus half inch, 2 to 3 1/4 breast plus 2 inch, 1 to 4 equal 2 to 3, 0 to 5 1/6 breast plus 1 inch, 0 to 6 1/12 breast plus half inch, 0 to 7 1/12 breast plus 1 inch, 0 to 8 1/12 breast plus 2 inch, 5 to 9 1/4 inch, 4 to 10 ഹാഫ് ഇഞ്ച് ജോയിൻ 10 to 3. റൈറ്റ് സൈഡിലുള്ള പിക്ചർ നോക്കിയാൽ നമുക്ക് ഓരോ മെഷർമെൻറ്റ്സും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 0 to 1 ലെങ്ത് ആണെന്നും 2 to 3 വിഡ്ത്ത് ആണെന്നും 0 to 7 0 to 8 നെക്ക് ലെങ്ത്ത്, അതുപോലെ 0 to 6 നെക്ക് വിഡ്ത്ത്, അങ്ങനെ ഓരോരോ മെഷർമെൻറ്റ്സും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുകൂടാതെ 2 ഡാട്ട് പോയിൻ്റ് കൂടി മാർക്ക് ചെയ്യാനുണ്ട്. ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്നും 4 ഇഞ്ച് ലെങ്ത്തിലും 1 ഇഞ്ച് വിഡ്ത്തിൽ ഒരു ഡാട്ട് പോയിൻ്റ് മാർക്ക് ചെയ്യണം. അതുപോലെ 1 to 4 പോയിൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് 4 ഇഞ്ച് ലെങ്ത്തിലും 1 ഇഞ്ച് വിഡ്ത്തിലും ഒരു ഡാട്ട് പോയിൻറ്റും കൂടി മാർക്ക് ചെയ്യണം. അടുത്തതായി സ്ലീവിൻ്റെ ഡ്രാഫ്റ്റിംഗ് പ്രൊസീജിയർ ഞാനൊന്ന് വായിക്കാം. ബോഡി പാർട്ട് വരച്ചെടുത്തതുപോലെ തന്നെ ട്രയാങ്കിൾ സ്കെയിൽ ഉപയോഗിച്ച് സ്ലീവും വരച്ചെടുക്കണം. 0 to 1 സ്ലീവ് ലെങ്ത്ത് പ്ലസ് 1.5 ഇഞ്ച്, 1 to 2 1.5 ഇഞ്ച്, 2 to 3 1/6 ബ്രസ്റ്റ് പ്ലസ് 1.5 ഇഞ്ച്, 0 to 4 ഈക്വൽ 2 to 3, 4 to 5 1/12 ബ്രസ്റ്റ് പ്ലസ് ഹാഫ് ഇഞ്ച്, 3 to 7 3/4 ഇഞ്ച്, ജോയിൻ 0 5 7. നമ്മൾ ബോഡി പാർട്ടും സ്ലീവും ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പേപ്പർ പാറ്റേൺ എങ്ങനെ ചെയ്യാമെന്ന് ഒന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ബോഡി പാർട്ടും ബാക്ക് പാർട്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഷീറ്റ് പേപ്പർ 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. ഫസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. നാല് പാർട്ടായി. ഇതിൽ നിന്ന് നമുക്ക് ഫ്രണ്ടും ബാക്കും ബോഡി പാർട്ടുകൾ കട്ട് ചെയ്തെടുക്കാം. ആദ്യം 0 to 1. 0 to 1 എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് പ്ലസ് 1 ഇഞ്ചാണ്. ലെങ്ത്ത് 12 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് ആകുമ്പോൾ 13. 0 to 1 13 ഇഞ്ച് മാർക്ക് ചെയ്യാം. 0 to 1 13 ഇഞ്ച്, 0 1. അടുത്തത് 0 to 2 ആണ്. 0 to 2 1/6 ബ്രസ്റ്റ് പ്ലസ് ഹാഫ് ഇഞ്ചാണ്. 1/6 ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 5, അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5.5. 0 to 2 എന്ന് പറഞ്ഞാൽ 5.5 ഇഞ്ചാണ്. 0യിൽ നിന്ന് താഴേക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2. അടുത്തത് 2 to 3. 2 to
എന്ന് പറഞ്ഞാൽ 1/4 ബ്രസ്റ്റ് പ്ലസ് 2 ഇഞ്ചാണ്. 1/4 ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 7.5 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ ഒരു 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ച് വരും. 2 to 3 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2 to 3 സ്കെയിൽ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്യാം. 2 to 3 ഈക്വൽ 1 to 4 ആണ്. അപ്പോൾ 1ൽ നിന്നും 9.5 മാർക്ക് ചെയ്യുക. സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യാം. 1 to 4 ഒന്ന് സ്ക്വയർ ചെയ്യാം. അടുത്തത് 0 to 5 ആണ്. 0 to 5 ഷോൾഡർ ലൈൻ 1/6 ബ്രസ്റ്റ് പ്ലസ് 1 ഇഞ്ചാണ്. 1/6 ബ്രസ്റ്റ് 5 ഇഞ്ച് പ്ലസ് ഒരു 1 ആകുമ്പോൾ 6 ഇഞ്ച്. 0 to 5 എന്ന് പറഞ്ഞാൽ 6 ഇഞ്ചസ് ആണ്. 6 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. 0 to 5 ഇഞ്ച്. അതുപോലെ തന്നെ 2ൽ നിന്നും കൂടെ 6 ഇഞ്ചസ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഒന്ന് സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 0 to 5. അത് കഴിഞ്ഞ് 0 to 6 നെക്ക് വിഡ്ത്താണ്. 0ൽ നിന്ന് 6ലേക്ക് 1/12 ബ്രസ്റ്റ് പ്ലസ് 1/2 ഇഞ്ചാണ്. 1/12 ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2.5. 2.5ൻ്റെ കൂടെ ഒരു 1/2 കൂടെ ആകുമ്പോൾ 3 ഇഞ്ചസ് ആണ്. 0 to 6 3 ഇഞ്ചസ്. അടുത്ത 0 to 7 0 to 8 ഇത് രണ്ട് നെക്ക് ലെങ്ത് ആണ്. ബാക്കും ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ആണ്. 0 to 7 എന്ന് പറഞ്ഞാൽ 1/12 ബ്രസ്റ്റ് പ്ലസ് 1 ഇഞ്ചാണ്. 1/12 ബ്രസ്റ്റ് 2.5 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 3.5 ഇഞ്ചാണ്. അടുത്ത 0 to 8 1/12 ബ്രസ്റ്റ് പ്ലസ് 2 ഇഞ്ചാണ്. 2.5ൻ്റെ കൂടെ ഒരു 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 4.5 ആണ്. 0 to 7 മാർക്ക് ചെയ്യുക. 8 മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് നെക്കൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ഒന്ന് സ്ക്വയർ ചെയ്യുക. ഇങ്ങനെ വരച്ചാൽ ഇനി നെക്കൊന്ന് ഷേപ്പ് ചെയ്യാം. ബാക്ക് നെക്ക് ഡോട്ടിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് വരച്ചെടുക്കാം. ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ഡോട്ടിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഡോട്ടൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. അടുത്തത് 5 to 9 ആണ്. 5 to 9 ഒരു 1/4 ഇഞ്ച് ഒരു 1/4 ഇഞ്ച് 5ൽ നിന്ന് മാർക്ക് ചെയ്യുക. 5 to 9 സ്കെയിൽ കൊണ്ടൊന്ന് ജോയിൻ ചെയ്യാം. അടുത്ത 4 to 10 ആണ്. 4 to 10 1/2 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. 4ൽ നിന്ന് 10 സ്കെയിൽ വെച്ചൊന്ന് ജോയിൻ ചെയ്യാം. ഇനി ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്ക് ആം ഹോള് ഡോട്ടിട്ടൊന്ന്
മുകളിലോട്ടൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. ഫ്രണ്ട് ആം ഹോള് കുറച്ചും കൂടെ കയറിയിട്ടാണ് ഡോട്ടിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒന്ന് വരച്ചു കൊടുക്കുക. ഫോൾഡിൻ്റെ ഒരു സിമ്പലാണിത്. ഇനി 2 ഡാട്ട് മാർക്ക് ചെയ്യാനുണ്ട്. 1 to 4ൻ്റെ മിഡ് പോയിൻ്റ് കണ്ടിട്ട് ഏകദേശം 4.25 വരും. അവിടെ നിന്ന് മുകളിലോട്ട് ഒരു 4 ഇഞ്ച് ലെങ്ത്തിൽ 1 ഇഞ്ച് വിഡ്ത്തിൽ ഒരു ഡാട്ട് മാർക്ക് ചെയ്യണം. അതുപോലെ ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്നും 4 ഇഞ്ച് ലെങ്ത്തിൽ 1 ഇഞ്ച് വിഡ്ത്തിൽ ഒരു ഡാട്ടും കൂടി മാർക്ക് ചെയ്യണം. ബോഡി പാർട്ട് പാറ്റേൺ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളൂ. സ്റ്റിച്ചിങ് അലവൻസ് ഒന്നും പേപ്പറിൽ വിടുന്നില്ല. അത് തുണിയിൽ ഒരു 1/4 ഇഞ്ച് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ വിട്ട് വേണം കട്ട് ചെയ്യാൻ. ഷേപ്പിൽ കൂടെ കട്ട് ചെയ്യുക. ബാക്ക് പാർട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ബാക്ക് ആം ഹോള്, ഇത് ബാക്ക് ആം ഹോളും ബാക്ക് നെക്കുമാണ്. ഷോൾഡറും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക്, എന്നിട്ട് നമുക്ക് ഇതിൽ ഒരു പാർട്ടങ്ങ് മാറ്റി വെക്കാം. അത് ബാക്ക് പാർട്ടാണ്. ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോൾ ഒന്ന് കട്ട് ചെയ്യാം. നെക്കും കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടുമായി. ഇപ്പം നമ്മൾ ഡാട്ട് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. ഡാട്ട് തുണിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് വേണ്ടത്. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടായി, ഇത് ബാക്ക് പാർട്ടായി. ഇനി നമുക്ക് സ്ലീവിൻ്റെ പാറ്റേണും കൂടെ വരച്ചെടുക്കാം. സ്ലീവിൻ്റെ പാറ്റേൺ വരയ്ക്കാനായി ഒരു പേപ്പർ എടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. സ്ലീവിൻ്റെ ഒരു സ്ലീവ് മാത്രം പേപ്പർ പാറ്റേൺ ചെയ്താൽ മതി. തുണിയിൽ നമ്മൾ 2 സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സെയിം ആയതുകൊണ്ട് ഒരെണ്ണം പേപ്പർ പാറ്റേൺ ചെയ്താൽ മതി. സ്ലീവിൻ്റെ മെഷർമെൻ്റ് ഒന്ന് വരച്ചെടുക്കാം. 0 to 1 സ്ലീവ് ലെങ്ത് പ്ലസ് 1.5 ഇഞ്ചാണ്. സ്ലീവ് ലെങ്ത് 7, അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂട്ടുമ്പം 8.5 ഇഞ്ച് വരും. 8.5 ഇഞ്ച്. 0 to 1
അടുത്തത് 1 to 2. 1 to 2 എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ചാണ്. 1ൽ നിന്ന് മുകളിലേക്കൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2. അടുത്തത് 2 to 3 ആണ്. 2 to 3 എന്ന് പറഞ്ഞാൽ 1/6 ബ്രസ്റ്റ് പ്ലസ് 1.5 ഇഞ്ചാണ്. 1/6 ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 5ൻ്റെ കൂടെ ഒരു 1.5 കൂടെ കൂട്ടുമ്പോൾ 6.5 ഇഞ്ച് വരും. 2 to 3 എന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ച് വരും. 2 to 3. ഈ 1ൽ നിന്നും അതുപോലെ 6.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ജോയിൻ ചെയ്യുക. ടു ടു 3 എന്ന് പറഞ്ഞാൽ 0 to 4 ഈക്വലാണ്. അപ്പോൾ 0ൽ നിന്നും ഇങ്ങോട്ട് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 0 to 4. എന്നിട്ട് സ്കെയിൽ വെച്ചൊന്ന് ജോയിൻ ചെയ്യാം. അടുത്തത് 4 to 5 ആണ്. 4 to 5 1/12 ബ്രസ്റ്റ് പ്ലസ് 1/2 ഇഞ്ചാണ്. 1/12 ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2.5 ആണ്. 2.5യുടെ കൂടെ ഒരു അരയും കൂടെ ആകുമ്പോൾ 3 ഇഞ്ച്. 4 to 5 എന്ന് പറഞ്ഞാൽ 3 ഇഞ്ചസ്. 3 to 7 ഒരു 3/4 ഇഞ്ചാണ്. ഒരു 3/4 ഇഞ്ച് 3ൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. 7. എന്നിട്ട് 0, 5, 7 എന്ന് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യുക. 0, 0, 5, 5ൽ നിന്ന് ഇനി 7 ഇങ്ങോട്ടും കൂടെ ഒന്ന് വരച്ച് ചേർക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്, അതൊന്ന് വരയ്ക്കാം. ഇങ്ങനൊരു ഷേപ്പ് വരയ്ക്കുക. ഫ്രണ്ട് പാർട്ടിന് ഒരു ഷേപ്പ് ഇത്തിരി കട്ട് ചെയ്തെടുക്കണം. ഇവിടെ വരയ്ക്കാം. സ്ലീവിൻ്റെ മെഷർമെൻ്റൊക്കെ ആയി. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫോൾഡിൻ്റെ സിമ്പലാണ്. സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് അലവൻസ് വിടുന്നില്ല. സ്റ്റിച്ചിങ് അലവൻസ് നമ്മൾ തുണിയിലാണ് വിടുന്നത്. കട്ട് ചെയ്തെടുക്കാം. ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്ത് ഇതിൻ്റെ ഈ 1 സൈഡ് മാത്രം എടുത്തിട്ട് ഫ്രണ്ടിലൊരു ഷേപ്പുണ്ട്, അതൊന്ന് കട്ട് ചെയ്യാം. ഫ്രണ്ട് പാർട്ടിലുള്ള ഷേപ്പാണ്. കുറച്ചൊരു ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പം സ്ലീവിൻ്റെ പാറ്റേൺ വെട്ടി നമ്മൾ ബോഡി പാർട്ടും സ്ലീവും ചോളി ബ്ലൗസിൻ്റെ ബോഡി പാർട്ടും സ്ലീവും വെട്ടിയെടുത്തു. ഇത് ഫ്രണ്ട് പാർട്ട്, ഇത് ബാക്ക് പാർട്ട്. സ്ലീവിൻ്റെ ഒരു പാറ്റേണേ ചെയ്തുള്ളൂ. സ്ലീവിൻ്റെ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ 2 സ്ലീവ് ചെയ്യണം. അപ്പോൾ സെയിം ആയതുകൊണ്ട് ഒരു പാറ്റേൺ മാത്രമേ ചെയ്തുള്ളൂ. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സ്ലീവുമായി നമുക്ക് ഇതിൻ്റെ ബാക്ക് പാർട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഫാസ്റ്റനേഴ്സ് പിടിപ്പിക്കുന്നത്. ഹുക്സും ഐസോ അല്ലെങ്കിൽ പ്രസ് ബട്ടണോ നമുക്ക്
ഫാസ്റ്റനേഴ്സായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ബാക്ക് ഓപ്പണായി. ഇനി ഇതിൽ എക്സ്ട്രാ പീസ് വരുന്നതെന്ന് പറഞ്ഞാൽ നെക്ക് ലൈൻ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബയാസ് പീസാണ്. നെക്ക് ബയാസ് ഫേസിങ്ങോ ബൈൻഡിങ്ങോ ചെയ്യാം. ഇതിപ്പം ചോളി ബ്ലൗസിൻ്റെ പേപ്പർ പാറ്റേൺ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.